പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പ്രാദേശിക പ്രശ്നമാണെന്നും അതിന് പയ്യന്നൂരിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം. പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകും. ഈ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പേരടക്കം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒത്താശയോടെയാണ് പയ്യന്നൂർ MLA പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ഉന്നയിക്കുന്നത്. അത് പ്രാദേശിക കുഞ്ഞീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അയാൾക്ക് എന്ത് ഉന്നയിക്കാം? അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞീഷിന്റെ അധ്യായം അടഞ്ഞതാണ്, അടച്ചു കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അയാൾ ഇനി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാഥയിൽ ചോദിച്ച് അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ ശരിയായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന UDF-നും BJP-ക്കുമേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. അന്വേഷണം കോൺഗ്രസ് BJP നേതാക്കളിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ ഇരുവരും CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവിനു വേണ്ടി BJP-യും അവരുടെ ആളുകളുമാണ് കോടതിയിൽ പോകുന്നതെന്നും നിയമസഭയിൽ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SIT അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുക. അപ്പോഴാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തിയത്. ആ ഉയർത്താനുള്ള കാരണം എല്ലാവർക്കും വ്യക്തമാണ്. അന്വേഷണം കോൺഗ്രസിലേക്ക് മാറുകയാണ്, BJP-യിലേക്ക് മാറുകയാണ് എന്ന് വന്നപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് നിരന്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവുന്നത്. ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വേണം പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്ര ആരംഭിക്കാൻ. യാത്രയിലൂടെ 2016 മുൻപുള്ള കെടുകാര്യസ്ഥത നിറഞ്ഞ കേരളത്തെയാണ് UDF വീണ്ടെടുക്കുകയെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. കോൺഗ്രസിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധവുമായി ഇടപെടൽ നടത്തി. അങ്ങനെ ഇടപെടൽ നടത്തി എന്ന് കോടതിക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യം ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CBI അന്വേഷണത്തിൻ്റെ ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് വേണ്ടി കോടതിയിൽ പോകുന്നത് BJP-യും BJP-യുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 6-ാം തീയതി VD സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക, കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക, പിന്നെ ഒന്നും പത്രവും പറയില്ല, മാധ്യമങ്ങളും കണ്ടില്ല, സതീശനും കണ്ടില്ല. മാപ്പ് പറഞ്ഞ് തുടങ്ങണം. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യം കുറിച്ചെന്നും BJP-യെ വിമർശിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ലെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.